മുന്നണി മാറ്റവും കാലുമാറ്റവും ഒന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിലോ ബീഹാർ രാഷ്ട്രീയത്തിലോ പുതുമയല്ല. പക്ഷേ മാറുമ്പോഴെല്ലാം മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കുന്ന ഒരാൾ, അതാണ് നിതീഷ് കുമാർ. ഏറ്റവും കൂടുതൽ കാലം ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് നിതീഷ്. 18 വർഷമാണ്. 1974 ജയപ്രകാശ് നാരായണന്റെ കൂടെ പ്രവർത്തിച്ച് തുടങ്ങിയതാണ് നിതീഷ് കുമാർ. 72 വയസ്സാണ് നിതീഷ് കുമാറിന്റെ പ്രായം. 1977 ജനതാ പാർട്ടിയിൽ അംഗമായി. 1996 വരെ സോഷ്യലിസ്റ്റ് ചേരിയിൽ അടിയുറച്ചു നിന്നു. അതിനുശേഷം 1996 മുതൽ 2013 വരെ NDAയുടെ ഭാഗമായി നിതീഷ് കുമാർ മാറുന്ന കാഴ്ചയാണ് കാണാനാകുന്നത്. പിന്നീട് പലതവണ മുന്നേറി മാറി. അതായത് 2012 ശേഷം 5 തവണ, ഈ ദിവസം വരെ 5 തവണയാണ് നിതീഷ് കുമാർ മുന്നണി മാറിയത്. NDAയിൽ നിന്ന് മഹാസഖ്യത്തിലേക്കും മഹാസഖ്യത്തിൽ നിന്ന് NDAയിലേക്കുമൊക്കെ പലതവണ മാറി. ഈ മാറുമ്പോഴെല്ലാം തന്നെ നിതീഷ് ഉറപ്പിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് മുഖ്യമന്ത്രി കസേര തന്നെയാണ്. 2023 ഇന്ത്യ സഖ്യത്തിന്റെ അമരക്കാരനായി നിതീഷിനെ വിശേഷിപ്പിച്ചു. നിതീഷ് ആയിരിക്കും ഇന്ത്യ സഖ്യത്തെ നയിക്കാൻ പോകുക എന്ന ധാരണയും ധ്വനികളുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ കണക്കുകൂട്ടലെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് 2024 മഹാസഖ്യം വിട്ട വീണ്ടും NDAയിലേക്ക് നിതീഷ് മാറുന്നത്.